ജെ.എസ്. നെച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കക്കരിക്ക ദാ നന്നായിട്ട് മുരടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഇലക്ക ഇതുപോലെ 2 പ്ലാന്റാണ് നമുക്ക് ഇതുപോലെ മുരടിച്ച് പോയത്. അതായത് ഇതിൻ്റെ അടിയിലെല്ലാം ചെറിയ ചെറിയ ജീവികൾ വന്നിരുന്നിട്ട് ഈ ഇലക്ക് മുരടിച്ച് പോയി. അതുപോലെ തന്നെ അതിൻ്റെ തൂമ്പ് വരുന്ന എല്ലാ ഇലയും മുരടിച്ച് കേട്ടോ. ഒരുതരം ചെറിയ ചെറിയ വെള്ളീച്ച അല്ല, അതുപോലത്തെ വേറെ ജീവികൾ വന്നിട്ട് നിറയെ ഈ ഇലയൊക്കെ ഇതുപോലെ ആക്കുകയും പിന്നെ ഇതാ കണ്ടോ, ഇല അങ്ങ് ചുരുളുന്ന രീതിയിലാകണം പിന്നീട് ഈ പ്ലാന്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്തു. അതായത് ഈ പ്ലാന്റ് മുരടിച്ച് പോയപ്പോൾ ഇതാ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഈ പ്ലാന്റ് ഞാനിവിടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതാ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇതാ ഈ ഭാഗത്ത് നിന്ന് പുതിയ കമ്പ് വന്നിട്ട് അതിലൊക്കെ മുട്ടിന് കാ പിടിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നിറയെ ഉണ്ട് കണ്ടോ. ഈ മുട്ട് ഇവിടെ മുട്ട് അങ്ങനെ എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും മുട്ടകളും തുടങ്ങി കേട്ടോ. മാത്രമല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. നല്ല തൂമ്പോ അത് കണ്ടോ. ഇതിൻ്റെ അടിഭാഗത്തൊന്നും ഒരുവിധ കംപ്ലൈൻസും ഇല്ല. നമ്മളിപ്പോൾ ഒരു സ്പ്രേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കീടങ്ങളും ഇല്ല. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇലയും വരുന്നു. അതുപോലെ തന്നെ ഇതാ ഇതുപോലെ നിറയെ എല്ലാ ഇലയുടെ അടിഭാഗത്തുനിന്നും നിറയെ കാ പിടിക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാൻ ഇതാ നമ്മൾ വിത്ത് മുതൽ ഈ ഒരു പരുവമാവുന്നത് വരെ, അതുപോലെ തന്നെ നമ്മൾ വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി നല്ല ഇതൊക്കെ കണ്ടോ, വിളവിന് പാകമായിട്ട് വിളവെടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്, ഈ ഇലമുരടിപ്പും അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ. അപ്പോഴാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ലിക്വിഡ് സ്പ്രേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിക്വിഡ് സ്പ്രേ എന്താണെന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.